നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ ഇന്ത്യൻ നയം ലോകത്തിന് മുന്നിൽ വിശദീകരിച്ച ശേഷം ശശി തരൂരും സംഘവും ഇന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കണ്ട് തരൂരും സംഘവും തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചതായി തന്നെ വിശദീകരിക്കും. പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് എടുത്ത കൊളംബിയയെ തിരുത്തിപ്പറയിക്കാനടക്കം തരൂരിന്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചിരുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന് മുന്നിൽ തിളങ്ങിയ തരൂരിസത്തെ കോൺഗ്രസ് ഉൾക്കൊള്ളുമോ എന്നതാണ് അറിയേണ്ട കാര്യം. അതേസമയം രാജ്യത്തിന് വേണ്ടി തന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമെല്ലാം ചെയ്തുവെന്നാണ് തരൂർ നൽകുന്ന വിശദീകരണം. രാജ്യത്തിനായി ചെയ്യാവുന്നതെല്ലാം തന്നെ ചെയ്തുവെന്നും അതുപോലെ തന്നെ കൂടെ നിന്ന ഇന്ത്യക്കാർക്കും ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കും നന്ദിയുണ്ടെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നയം തുറന്നു കാണിക്കുന്നതിനായും ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യമടക്കം വിശദീകരിക്കുന്നതിനായുമുള്ള വിദേശ ദൗത്യം പൂർത്തിയാക്കിയ ശേഷമാണ് ശശി തരൂരിന്റെ ഈ പ്രതികരണം നടത്തിയത്. ഹിന്ദിയിലാണ് ശശി തരൂർ എക്സിൽ കുറിപ്പിട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഇന്ത്യയുടെ നിലപാടും നയവും ലോകത്തിന് മനസ്സിലായി എന്ന് ശശി തരൂർ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പുകഴ്ത്തുന്നു എന്നതാണ് തരൂരിനെതിരായ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ താൻ രാജ്യത്തിന്റെ നിലപാട് വിശദീകരിക്കുകയാണ് ചെയ്തതെന്നാണ് തരൂർ തന്നെ വ്യക്തമാക്കുന്ന വാക്കുകൾ. തരൂരിനെതിരെ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിനുള്ളിലും ആശയക്കുഴപ്പമുണ്ട്. അതിനിടയിലാണ് തന്നെയാണ് തരൂരിന് BJP ഉന്നത സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന വാർത്തകളും നിലനിൽക്കുന്നത്. ഇത് തരൂരോ കോൺഗ്രസോ നിഷേധിക്കുകയോ ശരിവെക്കുകയോ ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള സംഘത്തിൽ ഉൾപ്പെടുത്താൻ തന്നെ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പാർലമെന്റിന്റെ വിദേശകാര്യങ്ങൾക്കായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടും തരൂരിനെ ഉൾപ്പെടുത്താതിരുന്നത് ഹൈക്കമാൻഡിനുള്ള നീരസം കാരണമാണ്. നേരത്തെ മല്ലികാർജുൻ ഖാർഗെയെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അത് ലംഘിച്ച് സ്വയം സ്ഥാനാർത്ഥിയായത് മുതൽ തുടങ്ങുന്ന തരൂരിനോടുള്ള അകൽച്ച. അന്ന് തരൂരിന് ലഭിച്ച വോട്ടുകൾ നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായതിനാൽ മാത്രമാണ് അദ്ദേഹത്തെ പിന്നീട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്ന് കൂട്ടിച്ചേർത്തു. തുടർന്നിങ്ങോട്ട് പല കാര്യത്തിലും കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിരുന്നു തരൂരിന്റെ വാക്കുകൾ. കേരളത്തിലെ വ്യവസായ വികസനത്തെക്കുറിച്ചും നല്ലതു പറഞ്ഞതിന് സംസ്ഥാന നേതാക്കൾ പരസ്യമായി രംഗത്ത് വരികയും ഹൈക്കമാൻഡ് നേരിട്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്നാൽ മോദി അനുകൂല നിലപാടിൽ നേതൃത്വത്തിന് അത്തരം സമീപനമുണ്ടായില്ല. ശശി തരൂർ MP സ്ഥാനം രാജിവെക്കുമെന്ന് പോലും പ്രചരണങ്ങളുണ്ട്. എന്നാൽ ഇതിനോടൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നും കൂട്ടിച്ചേർക്കുന്നു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ കാലാവധി 2027 ഓഗസ്റ്റിൽ അവസാനിക്കും. അപ്പോൾ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന പ്രചാരണമുണ്ട്. ഇത്തരം വാർത്തകളോടുള്ള ശശി തരൂരിന്റെ പ്രതികരണം എന്താകുമെന്നതും പ്രധാനമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ തരൂരിനെതിരെ കോൺഗ്രസ് നീങ്ങില്ല എന്ന് ഉറപ്പാണ്. അതേസമയം തരൂർ നിലമ്പൂരിൽ പ്രചരണത്തിനെത്തുമോ എന്ന കാര്യത്തിലും ഉറപ്പ് വന്നിട്ടില്ല. കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രചരണത്തിന് പോകേണ്ടി വരുമെന്നതിനാൽ തന്നെ അദ്ദേഹം ചിലപ്പോൾ കേരളത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എത്തിയേക്കില്ലെന്നും സൂചനകളുണ്ട്. US വെച്ച് പാകിസ്ഥാൻ സംഘത്തെ അടക്കം തറപറ്റിച്ച ശേഷമാണ് തരൂർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഭീകരവാദത്തിലൂടെ ഇന്ത്യയേക്കാൾ കൂടുതൽ ജീവൻ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് US സമർത്ഥിക്കാൻ ശ്രമിച്ച പാക് സംഘത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു തരൂർ. മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് സംഘം തങ്ങളുടെ തീവ്രവാദത്തിന്റെ ഇരകളാണെന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കവെയാണ് ശശി തരൂരിന്റെ കടുത്ത വിമർശനമുണ്ടായത്. തങ്ങളും ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടാൻ പോകുന്നു. ഭീകരാക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്ത്യയിലേക്കാൾ പാകിസ്ഥാനിലാണ് കൂടുതൽ. ആരുടെ തെറ്റാണിത്? 10 കൊല്ലം മുൻപ് ഹിലാരി ക്ലിന്റൺ പറഞ്ഞ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കടിക്കൂ എന്ന് ഒരിക്കലും കരുതരുത്. പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഭീകരാക്രമണങ്ങൾ അങ്ങനെ സംഭവിച്ചതാണ്. പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീക്കെ താലിബാൻ എങ്ങനെ ഉണ്ടായി എന്നും താലിബാനിൽ നിന്ന് വേർപെട്ടാണ് തെഹ്രീക്കെ താലിബാൻ ഉണ്ടായതെന്നും താലിബാൻ സൃഷ്ടിച്ചത് ആരാണെന്നും എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. നിരപരാധിത്വം വാദിക്കും മുൻപ് പാകിസ്ഥാൻ ആത്മപരിശോധന നടത്തേണ്ടതും ആവശ്യമാണെന്നും അത് നടത്തട്ടെ എന്നുമാണ് ശശി തരൂർ പറഞ്ഞത്. ISIയും റോയും സംയുക്തമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭീകരപ്രവർത്തനം ഗണ്യമായി കുറയുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടി കൂടിയായിരുന്നു ശശി തരൂർ നൽകിയത്.